സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രഭാവതിയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോവാണ്. നന്ദനും ദേവിയും തമ്മിൽ പിരിയാൻ പോവാന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് പ്രഭാവതി ദേവികയ്ക്ക് എതിരെയായിട്ട് മത്സരിക്കാനായിട്ട് നിൽക്കുന്നതും നന്ദൻ ഫുൾ സപ്പോർട്ടായിട്ട് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ നന്ദൻ വന്നിട്ട് പ്രഭാവതിയോട് പറയുന്നുണ്ട്, അമ്മേ, ദേവി ഇനി ജീവിതത്തിലോ രാഷ്ട്രീയത്തിലോ തോക്കാൻ പാടില്ല, ദേവി ജയിക്കണം, അത് എൻ്റെ ആഗ്രഹം അമ്മയെന്ന് പറയുമ്പം ഇപ്പം എന്താ നീ ഇങ്ങനെയൊക്കെ പറയണേ? ഇതിനു മുമ്പ് ദേവി മത്സരിച്ചാലോ ജയിച്ചാലോ തോറ്റാലോ MLA ആവോ മന്ത്രിയാവോ എന്തെങ്കിലും ചെയ്തോട്ടെ, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ടെന്നല്ലേ നീ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പം നന്ദൻ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു അമ്മേ. ദേവി നല്ല മനസ്സുള്ളവളാ, ദേവി പാവ, ദേവി ശരിക്കും ഒരു ദേവത തന്നെയാണ്, അതെനിക്ക് മനസ്സിലായില്ല. കാര്യങ്ങൾ കുറച്ചും കൂടിയും ഇരുന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്ക് എല്ലാം ക്ലിയർ ആയേനെ. പക്ഷെ ഞാൻ വേഗം തന്നെ ദേവിയെ തെറ്റിദ്ധരിച്ചു. ഇപ്പം എൻ്റെ എല്ലാ തെറ്റിദ്ധാരണകളും മാറിയെന്ന്. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ദേവിയെ വിളിച്ചുകൊണ്ടാന്ന്. അന്ന് നീ വിളിച്ചു കൊണ്ടുവരാൻ കൂട്ടാക്കിയില്ല, പിന്നെ ഇപ്പം നീ ഇങ്ങനെ പറയണതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പം അത് എൻ്റെ തെറ്റിദ്ധാരണകൾ മാറിയത് ആ അരുന്ധതി മേഡം കാരണം അമ്മേ. അരുന്ധതി മേഡം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരാളൊന്നും അല്ല, നമ്മൾ വെറുതെ അവരെ തെറ്റിദ്ധരിച്ചതാണ്. അവർ നല്ല ഡീസൻ്റായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവർ എന്നെ അവരുടെ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുപോയി ദേവി ഞാനുമായിട്ടുള്ള എല്ലാ തെറ്റിദ്ധാരണകളും പറഞ്ഞു തീർത്തു. അവരുടെ മകനെയും ദേവീനെയും അല്ലേ ഞാൻ സംശയിച്ചത്. അവരുടെ മകനാണെങ്കിൽ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു കിടന്ന ആളാണ്. ഇപ്പം ദേവി കാരണം അവൻ പതിയെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു സ്നേഹവും ആത്മാർത്ഥതയും മേഡത്തിന് ദേവിയോടുണ്ട്. അല്ലാതെ ദേവിയും ഋഷിയും തമ്മിൽ അരുതാത്ത ഒരു ബന്ധവുമില്ല. അപ്പം നിൻ്റെ കയ്യിൽ ഫോട്ടോ കിട്ടിയെന്ന് പറഞ്ഞ് നീ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ എന്തിനാന്ന് ചോദിക്കുമ്പം അത് ഫോട്ടോ കിട്ടിയെന്നുള്ളത് സത്യം അമ്മേ, പക്ഷെ അത് എനിക്ക് അയച്ചു തന്നത് അവിടുത്തെ സെർവൻ്റാണ്. ആ സെർവൻറ്റിന് ദേവിയോടും അതുപോലെ മേഡത്തോടും എന്തോ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. അത് അവർ ആ ദേഷ്യം തീർത്തതാണ് ദേവിയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോണിലോട്ട് ആ ഫോട്ടോ അയച്ചു തന്നത്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ദേവിയോട് ചോദിക്കാതെ പ്രശ്നം ഉണ്ടാക്കുകയല്ലേ ചെയ്തത്. ദേവിയോട് ചോദിച്ചിരുന്നെങ്കിൽ ദേവി എല്ലാ സത്യങ്ങളും എന്നോട് പറഞ്ഞേനേന്ന്. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഇതിനു മുമ്പൊന്നും ദേവിക കൃഷിയെക്കുറിച്ചൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പം അത് മേഡം ദേവികയും കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിരുന്നത് കൊണ്ടാണ്. മേഡത്തിൻ്റെ മകൻ ഈ ഒരു അവസ്ഥയിലാണെന്ന് മറ്റുള്ളവരെ അറിയണതിനോട് ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. മേഡം മകന് വേണ്ടി മാത്രമാണ് ജീവിക്കണേ. അതുകൊണ്ട് ദേവിക മേഡത്തിൻ്റെ മകനെ കണ്ടതും മേഡം ദേവീനെയും കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നു, ഇതാരോടും പറയില്ലെന്ന്. ആ സമയം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, സത്യം ചെയ്താലും അവൾക്ക് നമ്മളോട് പറയാലോ, പുറത്താരോടും പറഞ്ഞില്ലെങ്കിലെന്ന് പറയുമ്പം എന്നോട് പോലും പറയരുതെന്നും പറഞ്ഞ് ഞാൻ ദേവിയുടെ കഴുത്തിൽ കെട്ടിയ താലിയിൽ പിടിച്ചാണ് മേഡം സത്യം ചെയ്യിപ്പിച്ചത്. അതിനുശേഷമാണ് ഋഷിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മേഡം ദേവിയോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ദേവിക എന്നോടൊന്നും പറയാണ്ടിരുന്നത്. ദേവികയ്ക്ക് ശരിക്കും പേടിയായിരുന്നു. താലിയിൽ തൊട്ട് സത്യം ചെയ്തിട്ട് ഇനി ആ സത്യം തെറ്റിച്ചാൽ എനിക്കെന്തെങ്കിലും ആപത്ത് വരുമെന്നുള്ള പേടി കൊണ്ട് മാത്രമാണ് ദേവി ഇതെല്ലാം സഹിച്ചത്. നമ്മളെല്ലാവരും ദേവിയെ തെറ്റിദ്ധരിച്ചു, അവളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി. എന്നിട്ടും ദേവി ഈ സത്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നത് എന്നോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് മാത്രം അമ്മ. അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് നോമിനേഷൻ പിൻവലിക്കണം. ദേവി മത്സരിക്കാൻ ആദ്യം തീരുമാനിച്ചതല്ലേ അമ്മ, അതുപോലെ നടക്കട്ടെ എന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഇത്രയും ദിവസം നീ ദേവിക്കെതിരായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ദേവികയ്ക്കെതിരെ നോമിനേഷൻ കൊടുത്തത്. ഇപ്പം നീ എൻ്റെ ഒപ്പം നിൽക്കേണ്ട സമയത്ത് നീ നിൻ്റെ അഭിപ്രായം മാറ്റി. എന്തായാലും ആര് എൻ്റെ ഒപ്പം നിന്നാലും നിന്നില്ലെങ്കിലും ഞാൻ മത്സരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, ഇത് ഭയങ്കര പ്രശ്നമാവും അമ്മേ, അച്ഛൻ്റെ പാർട്ടിയിലുള്ള ഇമേജിനെ ഇത് ബാധിക്കും, എന്തായാലും അമ്മ പിന്മാറുന്നതാണ് നല്ലതെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, സിദ്ധുവിന് ഇതുകൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നൊന്നും ഞാൻ നോക്കണില്ല. സിദ്ധുവിനോട് ഞാൻ പല പ്രാവശ്യം കാല് പിടിക്കും പോലെ പറഞ്ഞു, ദേവികയെ മത്സരിപ്പിക്കരുത്, പിന്മാറ്റണം. അവളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരുപാട് പുറത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് വേണ്ടാന്ന്. അപ്പോൾ സിദ്ധു അത് അംഗീകരിച്ചില്ല എന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അമ്മേ, ആ അരുന്ധതി മേഡം വളരെ നല്ലൊരു സ്ത്രീയാണ്. അപ്പോൾ പ്രഭാവതിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് കലി വന്നിട്ട് പ്രഭാവതി പറയുന്നുണ്ട്, അരുന്ധതി ഇനി ആ ഒരു വാക്ക് പോലും നീ ഇവിടെ എന്നോട് മിണ്ടിപ്പോവരുതെന്ന് പറഞ്ഞ് നന്ദനോട് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീട് നമ്മളുടെ നന്ദനാണെങ്കിൽ നേരെ ദേവികയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഈ വിവരമൊന്നും പ്രഭാവതി അറിയണില്ല. ദേവികയുടെ വീട്ടിൽ ചെന്നതും നന്ദൻ മാധവനോടും രാധികയോടും ശാരികയോടും ഒക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾക്കെല്ലാം മാപ്പ് പറയുന്നുണ്ട്.
ആ സമയത്ത് മാധവൻ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല മോനെ, ചില തെറ്റിദ്ധാരണകളുടെ പുറത്തല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി എന്തായാലും നിങ്ങൾ പിണക്കമൊന്നും ഇല്ലാതെ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതിയെന്ന്. പിന്നീട് ശാരികയോടും ഇങ്ങനെ നന്ദൻ ചോദിക്കുന്നുണ്ട്, ശാരിക എന്നോട് ദേഷ്യം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം പിന്നെ ദേഷ്യമില്ലാതെ നന്ദേട്ടൻ എന്തൊക്കെയാണ് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത് അതിൻ്റെ ഒരു ദേഷ്യം ഞങ്ങൾക്ക് ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നതും ദേവിക വന്നിട്ട് ശാരി നീ ഒന്നും മിണ്ടാതിരിയെന്ന് പറയണു. പിന്നീട് നമ്മളുടെ ദേവിക നന്ദുവിനെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ അരുന്ധതിക്കാണെങ്കിൽ യാതൊരു മനസ്സമാധാനമില്ല. കാരണം ദേവികയ്ക്ക് എതിരായിട്ട് പ്രഭാവതി നിൽക്കൂ എന്നുള്ളൊരു പ്രതീക്ഷ പോലും അരുന്ധതിക്ക് ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, പ്രഭാവതി സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തു എന്നുള്ള ആ ഒരു പ്രഖ്യാപനം വരുന്നത് വരെ ആരും അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല പ്രഭാവതിയാണ് എതിർപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെന്ന്. അതുകൊണ്ട് തന്നെ അരുന്ധതി ഏത് വിധേനയും പ്രഭാവതിയുടെ പ്ലാൻ പൊളിക്കണം എന്നുള്ള ആ ഒരു ആലോചന തന്നെയാണ്. അങ്ങനെ നമ്മളുടെ ഋഷിയോട് ചെന്നിട്ട് അരുന്ധതി പറയുന്നുണ്ട്, മോനക്ക് പ്രൊഫസർ പ്രഭാവതിയെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഉവ്വ ലീന എന്ന് പറയുന്നു. അതെ, ലീനയുടെ മരണത്തിന് കാരണക്കാരിയായ ആ പ്രഭാവതി ഇല്ലേ, അവരാണിപ്പോൾ ഇലക്ഷനിൽ മത്സരിക്കാൻ പോണേ, അതും നമ്മളുടെ ദേവികയ്ക്ക് എതിരായിട്ടെന്ന്. ആ സമയത്ത് ഋഷി അധികം വ്യക്തമല്ലാത്ത രീതിയിൽ തന്നെ പറയുന്നുണ്ട്, ദേവിക ജയിക്കണം അമ്മ, ദേവിക ജയിക്കണം അമ്മ. ആ സമയം അരുന്ധതി പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ദേവിക ജയിച്ചിരിക്കും ഋഷി, അത് അമ്മയുടെ ഒരു വാശിയാണ്, മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ദേവികയാണ്, അതുകൊണ്ട് തന്നെ ദേവിക ജയിച്ചിരിക്കുന്നത്. അതേസമയം ഈ പ്രഭാവതി ദേവികയുടെ അമ്മായിയമ്മ എന്നുള്ള കാര്യമൊന്നും അരുന്ധതി ഋഷിയോട് പറയണില്ല. പിന്നീട് നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ അരുന്ധതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്തായി ത്യാഗരാജ കാര്യങ്ങൾ, പ്രഭാവതിയെ മത്സരത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഞാൻ നോക്കിയിട്ട് ഒരു മാർഗവുമില്ല, സിദ്ധാർത്ഥൻ സാറൊക്കെ ഒരുപാട് ശക്തമായി തന്നെ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞിട്ടും മേഡം പിന്മാറുന്നില്ല എന്നാണ് കേട്ടെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും മേഡം എന്ന് ചോദിക്കുമ്പം അതോർത്ത് ത്യാഗരാജൻ ടെൻഷൻ ആവണ്ട, ഞാൻ എന്ത് കളി കളിച്ചിട്ടാണെങ്കിലും പ്രഭാവതിയെ മത്സരത്തിൽ നിന്നും പിന്തിരിപ്പിക്കും, 1-2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. ആ സമയത്ത് ത്യാഗരാജൻ അതെന്താ മേഡം എന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം ത്യാഗരാജൻ അതൊന്നും അറിയണ്ട, സമയമാകുമ്പം അറിഞ്ഞാൽ മതിയെന്ന്. പിന്നീട് നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ നന്ദനെ റൂമിൽ നോക്കുന്ന സമയത്ത് നന്ദനെ അവിടെ കാണില്ല. വേഗം തന്നെ ഫോൺ എടുത്ത് നന്ദനെ വിളിക്കുന്നുണ്ട്. നന്ദൻ ആ സമയം ദേവികയായിട്ട് സംസാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ ബെല്ലടിക്കണ കേട്ടതും നന്ദൻ ഫോൺ എടുത്ത് നോക്കിയിട്ട് അമ്മയെ വിളിക്കണേന്ന് പറയണു. ആ സമയം ദേവിക പറയുന്നുണ്ട്, ഫോൺ എടുക്കുന്ന നന്ദു എന്ന് പറഞ്ഞ്. അങ്ങനെ നന്ദൻ ഫോൺ എടുത്തതും പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നന്ദ നീ എവിടെയാന്ന് ചോദിക്കുമ്പം ഞാനിവിടെ ദേവിയുടെ വീട്ടിലാണ് അമ്മയെന്ന് പറയണു. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം എന്തിനാ അങ്ങോട്ടേക്ക് പോയെന്ന് ചോദിക്കുമ്പം അതെന്താ അമ്മ അങ്ങനെ ചോദിക്കണേ, അമ്മ ഇത്രയും ദിവസം ദേവീനെ വിളിച്ചു കൊണ്ടുവരാനല്ലേ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്, എന്തായാലും ഞാൻ നാളെ രാവിലെ ദേവിയായിട്ട് വീട്ടിലോട്ട് വരുമെന്ന്. ആ സമയത്ത് പ്രഭാവതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, അപ്പം നീയും നിൻ്റെ അച്ഛനും എന്നെ തോൽപ്പിക്കാൻ തന്നെ കച്ച കെട്ടി ഇറങ്ങിയേക്കല്ലേ എന്ന് ചോദിക്കുമ്പം നന്ദൻ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ അങ്ങനെയൊന്നുമില്ല അമ്മേ, എന്തായാലും നാളെ നമുക്ക് അവിടെ വന്നിട്ട് നേരിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഇതിലൊരു തീരുമാനമാവാമെന്ന്. സമയത്ത് നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മളുടെ രജനി പ്രഭാവതിയോട് വന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, അമ്മ എന്തായാലും ഇതിൽ നിന്ന് പിന്മാറണം, ദേവികയ്ക്ക് മുമ്പ് അമ്മയെ സ്ഥാനാർത്ഥിയാക്കാനല്ലേ പാർട്ടി തീരുമാനിച്ചത്, അന്ന് അമ്മ പാർട്ടിയിലേക്കും രാഷ്ട്രീയത്തിലേക്കൊന്നുമില്ല, കുടുംബം മാത്രം നോക്കി ജീവിക്കണുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ പിന്നീട് ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയത്. ആ സമയത്തൊന്നും അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ പെട്ടെന്ന് അമ്മ ഇങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനത്തിൽ എത്തി എന്താന്ന് ചോദിക്കുമ്പം അന്ന് എനിക്ക് കാര്യങ്ങൾ അറിയില്ലായിരുന്നു, പിന്നീടാണ് ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ പിന്നിൽ വേറെ ലക്ഷ്യങ്ങളുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ചന്ദ്രോത്ത് തറവാട് തകർന്നു കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവരുടെ ആഗ്രഹം എന്തായാലും നടക്കാൻ പോണില്ല. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയായി പറയണേ, അമ്മ പറയണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറയുമ്പം അതിപ്പോൾ നിനക്കൊന്നും മനസ്സിലാവില്ല, സമയമാകുമ്പോൾ ഞാൻ എല്ലാം നിങ്ങളോട് പറയാം, അതുവരെ നിങ്ങൾ ക്ഷമയോടുകൂടി നിൽക്കുക, എന്തായാലും ഞാൻ മത്സരത്തിൽ നിന്ന് പിന്നോട്ട് മാറുമെന്ന് വിചാരിച്ച് ആരും ഇരിക്കണ്ട, അത് സിദ്ധുവിനോടും പറഞ്ഞേരെ. അതേസമയം പാർട്ടി ഓഫീസിലാണെങ്കിൽ സിദ്ധാർത്ഥിനെതിരെ ആളുകൾ കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ പാർട്ടിയുടെ പ്രതിച്ഛായ രക്ഷിക്കണമെങ്കിൽ സിദ്ധാർത്ഥൻ്റെ മരുമകളെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളൊരു പത്രസമ്മേളനം നടത്തണമെന്ന് പറയുമ്പം പ്രസിഡന്റ് പറയുന്നുണ്ട്, അതെന്തിനാ, സിദ്ധാർത്ഥൻ ഈ പാർട്ടിയിലില്ലെങ്കിൽ പിന്നെ ഈ പാർട്ടിക്ക് സമൂഹത്തിലൊരു വിലയില്ല, സിദ്ധാർത്ഥൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ പിടിച്ചു നിൽക്കുന്നത് തന്നെ, അതുകൊണ്ട് സിദ്ധാർത്ഥൻ്റെ മരുമകൾ മത്സരിച്ചാൽ വിജയിക്കും, വേറെ ആര് നിന്നാലും വിജയിക്കില്ല, എന്തായാലും പ്രതിപക്ഷത്തിന് നല്ലൊരു സ്ഥാനാർത്ഥിനെ തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അവരൊരു സ്ഥാനാർത്ഥിയെ കിട്ടാതെ ആകെ വിഷമിച്ച് നിന്നപ്പോഴാണ് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ ഭാര്യ പ്രൊഫസർ പ്രഭാവതി ചന്ദ്രോത്ത് മത്സരിക്കാൻ തയ്യാറായി ചെന്നത്. പ്രഭാവതി ദേവികയ്ക്ക് എതിരായിട്ട് മത്സരിച്ചാൽ ഉറപ്പായിട്ടും പ്രഭാവതിയെ ജയിക്കുള്ളൂ എന്ന്.
പിന്നീട് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആരെയൊക്കെയോ ഫോൺ വിളിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് പോലീസുകാരോടും എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതൊന്നും എന്താണെന്നുള്ളത് ഇപ്പോൾ കാണിക്കണില്ല, അതെല്ലാം ഹൈഡ് ചെയ്താണ് കാണിക്കുന്നത്. മിക്കവാറും ലീനയുടെ മരണത്തിൻ്റെ പിന്നിൽ പ്രഭാവതിയാണെന്നുള്ള ആ ഒരു കേസ് അരുന്ധതി കുത്തിപ്പൊക്കാൻ തന്നെയാണ് സാധ്യത. കാരണം വേറെ ആര് പറഞ്ഞാലും പ്രഭാവതി അനുസരിക്കില്ല എന്നുള്ള കാര്യം അരുന്ധതിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ കൊലക്കേസിൽ സംശയിക്കപ്പെടുന്ന ഒരു പ്രതിക്ക് എന്തായാലും മത്സരിക്കാനുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കൂല എന്നുള്ള കാര്യമൊക്കെ അരുന്ധതിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ മിക്കവാറും ലീനയുടെ കൊലക്കേസിൽ ഈ പ്രഭാവതിയെ സംശയം ഉണ്ടെന്ന് പറഞ്ഞ് അരുന്ധതി കേസ് ഫയൽ ചെയ്യാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാവുമ്പോൾ പ്രഭാവതിക്ക് പിന്നെ മത്സരിക്കാനും പറ്റില്ല. അന്വേഷണത്തിന് വേണ്ടിയിട്ട് പ്രഭാവതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതോടുകൂടി ചന്ദ്രോത്തിൻ്റെ പതനം പൂർണ്ണമാവും എന്നുള്ള കാര്യമൊക്കെ അരുന്ധതിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അരുന്ധതി ആ ഒരു നീക്കമായിരിക്കും നടത്താൻ പോകുന്നത്. എന്തായാലും ഇനി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാൻ പോകുന്നത്. മിക്കവാറും ഈ കേസിൻ്റെ പേരിൽ പ്രഭാവതിയെ പോലീസ് അറസ്റ്റ് ചെയ്യും, ലോക്കപ്പിൽ അടയ്ക്കുകയൊക്കെ ചെയ്യുന്ന എപ്പിസോഡുകൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.